ഇമ്പവുമായുള്ള കിന്നരവും വീണയും എടുത്ത് തപ്പും ഇമ്പമായുള്ള പെന്റെയും വീണയും എടുത്ത് സംഗീതം തുടങ്ങുകയും സംഗീതം തുടങ്ങുകയും അമാവാസിയിലും അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമിയിലും കാഹളമൂതുകയും നമ്മുടെ ഉത്സവ ദിവസമായ പർമ്മവാസിയിലും കാഹളം ഊതുകയും ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും ഇത് ഇസ്രായേൽ ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകും. യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകും. മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. ദൈവം അത് യോസേഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു. അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു. ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുവട് നീക്കി. ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുവട് നീക്കി. അവന്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. അവന്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചു. ഞാൻ നിന്നെ വിടുവിച്ചു. ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ ഉത്തരമറിയി. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ ഉത്തരമറിയി. മെരിബാ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ കേൾക്ക. എന്റെ ജനമേ കേൾക്ക. ഞാൻ നിന്നോട് സാക്ഷ്യം പറയുന്നു. ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലെ നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാം. ഇസ്രായേലെ നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാം. അന്യദൈവം നിനക്കുണ്ടാകരുത്. അന്യദൈവം നിനക്കുണ്ടാകരുത്. യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. ഇസ്രായേൽ ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്നവനായ യഹോവയായ ഞാൻ എന്റെ ദൈവമാകും. നിന്റെ ദൈവമാകും. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം. ഞാൻ അതിനെ നിറയ്ക്കും. ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികൾ നടക്കുകയും ചെയ്തുവെങ്കിൽ ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവന്റെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവന്റെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പാലിക്കുന്നവരെ കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേത്രമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ദൈവമേ, കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവ് ഓർത്തുകൊള്ളണം. തിരുനാം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ട ആത്മീയവും ബോധ്യമുള്ള നന്മകളൊക്കെയും അനുദിനം നൽകിത്തരുന്ന ദൈവം മുട്ടില്ലാതെ ഞങ്ങൾ നടത്തുന്ന ദൈവമായിരിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുന്നു. തിരുനാം മഹത്വപ്പെടുമാറാകട്ടെ. കാത്തോളം അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവരായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നമുക്ക് നല്ലവനായിരുന്നു. കർത്താവ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ട നന്മകളൊക്കെയും അനുദിനം നൽകി നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. നമുക്ക് മുട്ടുവരാതെ വണ്ണം കാക്കുന്ന ഒരു ദൈവമാണ് ദൈവം, നമ്മുടെ ദൈവം. യഹോവയുടെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു നേരം അല്പം ഭക്ഷണം അതിന് മുട്ടുവരാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും തരത്തിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണം അതിന് ചിലപ്പോൾ എപ്പോഴും മുട്ടിപ്പോകാം. നമുക്കൊരു നല്ല ഡ്രസ്സ് ഇടണം, അതിന് മുട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റാത്ത സന്ദർഭമുണ്ട്. പക്ഷെ അതല്ല വിഷയം. മുട്ടെന്ന് പറയുമ്പോൾ ഇനി മുൻപോട്ട് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് മുട്ടുവരും. അവിടെയാണ് ഒരു മനുഷ്യൻ ആരെ സേവിക്കുന്നുവെന്ന് വെളിപ്പെടുന്നത്. ഇവൻ ആരാണ് ഇവന്റെ ദൈവം എന്നറിയുന്നത്. കഴിഞ്ഞ ദിവസം ഭയങ്കരമായ ഒരു കാഴ്ച കണ്ടു. എല്ലാവരും അത് കണ്ടു കാണും. നമ്മുടെ അടുത്ത് ഈ പർവ്വതം ഒരു അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളുമായി
പോയി ആ പുഴയിൽ ആത്മഹത്യ ചെയ്തു. അവര് പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, ഈ മാതാപിതാക്കൾ പോയി പുഴയിൽ തങ്ങളുടെ ജീവൻ ഒടുക്കി. അതിൽ ഒരാൾ രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല വിഷയം. നമുക്ക് തകർത്ത് കളഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത്, ഇവര് മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവർ പോകുന്ന കാഴ്ച CCTV-യിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും കണ്ടു കാണുമില്ല രാത്രി. ആ കാഴ്ച ഒരു ജീവിതത്തില്, അതായത് ഒരു കുഞ്ഞിനെ എടുത്തിട്ടുണ്ട് അപ്പൻ, അമ്മ തൊട്ടടുത്തുണ്ട്. ഒരു 2 ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് തുള്ളിച്ചാടി നടക്കുന്ന പെൺകുട്ടിയാണ്. മാതാപിതാക്കളോടുകൂടി വസ്ത്രമൊക്കെ എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ തുള്ളിച്ചാടി പോകണമെന്നുണ്ട്. അത് കാണേണ്ട കാഴ്ച. ആ മാതാപിതാക്കളോട് കൂടി ഈ പെൺകുട്ടി തുള്ളി തുള്ളി സന്തോഷിച്ച്, കാരണം ഞങ്ങൾ എന്തോ വലിയ കാര്യത്തിന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ആ പാവത്തിനെ വിളിച്ചോണ്ട് പോവുക. അത് ഇന്ന് പുതിയ വസ്ത്രം എടുക്കാനോ എന്തെങ്കിലും സമ്മാനം മേടിക്കാനോ ബേക്കറി പോകാനോ എന്തെങ്കിലും പറഞ്ഞായിരിക്കും നമുക്കറിയില്ല. അപ്പൊ ആ CCTV പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ കൊച്ച് മാതാപിതാക്കളോട് തുള്ളി കൈയൊക്കെ വീശി ഓടി പോകുന്നത്. പക്ഷെ അത് പോയത് മാതാപിതാക്കൾക്കറിയാം ഇത് അവസാനിക്കാൻ പോവാ. ആ കുഞ്ഞുങ്ങളോട് കൂടി പുഴയിൽ ഒടുക്കി, ജീവിതം ഒടുക്കി. ഭയങ്കര ഒരു കാഴ്ച. ഞാനത് പറഞ്ഞതിന്റെ സാരം, യഹോവയുടെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പക്ഷെ അവരും മുട്ടി. എന്ത് മുട്ടി? ഭക്ഷണത്തിനും സാമ്പത്തികവും വസ്ത്രവും കിടപ്പാടം, അതെല്ലാം മുട്ടൽ എന്ന് പറയുന്നത്, യഥാർത്ഥ മുട്ടൽ എന്ന് പറഞ്ഞത് ഇനി മുൻപോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിക്കുമ്പോൾ, ആലോചനയിൽ ഇനി മുൻപോട്ടൊരു കാഴ്ച കാണുന്നില്ല. ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പൊ നമ്മളതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ ജോലി, ഭാര്യയോട് ഒന്ന് പറഞ്ഞ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ജോലി ഇനി തുടർന്നില്ല. ഭാര്യ പറഞ്ഞു, സാരമില്ല, നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും കൊടുത്ത് വിറ്റ് നമുക്ക് ജീവൻ കഴിക്കാം. ആ പ്രവൃത്തിയിലും അതിൽ മുട്ടിയെങ്കിലും അവിടെ ഒരു വഴി തുറന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോ വിൽക്കാനുള്ളതൊക്കെ കഴിഞ്ഞ് വരവും തീർന്നു. ഇനി എന്ത് ചെയ്യും? അപ്പൊ ഭാര്യ പറഞ്ഞു, നമുക്ക് കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ എന്തെങ്കിലും ചോദിച്ചു നോക്കാം. അതും നടന്നു. അപ്പൊ അപ്പോഴും മുട്ടിയില്ല. അതും കൊണ്ട് വന്നു. വീണ്ടും കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എല്ലാം മുട്ടി. രണ്ടുപേര് എല്ലാവരും കൂടി ഇരുന്ന് ചിന്തിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഭാര്യയ്ക്ക് ഉത്തരവില്ല, മക്കൾക്ക് ഉത്തരവില്ല, ആർക്കും ഉത്തരവില്ല. തീരുമാനം എടുക്കേണ്ട സമയമാണ്. ബുദ്ധിയിലാണ് മുട്ടിയിരിക്കുന്നത്. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ ഇടയൻ ആരാണെന്ന് തീരുമാനിക്കുന്നത്. ഇടയൻ ആരാണെന്നുള്ളത് വെളിപ്പെടുന്നത് ആ സമയമാണ്. കാരണം ഇനി മുൻപോട്ട് പോകാൻ ഇല്ലാതെ എല്ലാവരും എല്ലായിടവും മുട്ടി, തന്റെ ബുദ്ധിയിൽ കൂടെ മുട്ടിക്കഴിഞ്ഞാൽ ഇനി തിരിയുന്നത് വേറെ വഴിക്കാം. അങ്ങനെ തിരിഞ്ഞ ആ പോക്ക്, ആ 2 കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന പോക്ക്. കാരണം ഇനി മുമ്പോട്ടില്ല, മുട്ടിയിരിക്കാം. ഇങ്ങനെ മുട്ടിയതാണ് ഭവനത്തിൽ നിന്ന് തന്റെ പങ്കും മേടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ മകൻ പോയി വസ്തുവക നാനാവിധമാക്കി കളഞ്ഞതിന് ശേഷം പന്നികളെ മേയ്ക്കുന്ന വേലയിൽ പോയി അവിടെയും ഭക്ഷണത്തിന് മുട്ടി. എല്ലാം കഴിഞ്ഞു. ഒന്നുമില്ലാതെ ഇനി മുമ്പോട്ട് ഇല്ലാതെ കണ്ടു കഴിഞ്ഞപ്പോൾ
അവന് എന്ത് ചെയ്യണം എന്നുള്ളത് വന്നപ്പോൾ അവന്റെ ഇടയൻ അവനൊരു ബുദ്ധി കൊടുത്തു. എന്തിന് നീ ഭാരപ്പെടുന്നു? നിന്റെ അപ്പനാരാ? നിന്റെ അപ്പനാരാ? നീ എവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു? അപ്പന്റെ സ്വത്ത് നോക്കണ്ട. അപ്പന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നവരെ നീ ഒന്ന് ചിന്തിച്ചു നോക്കും. അവര് കഴിക്കുന്ന ഭക്ഷണവും അവര് ശേഷിപ്പിക്കുന്ന ഇലയെ നീ ഒന്ന് ഓർത്തു നോക്കി, പാത്രം ഒന്ന് ഓർത്തു നോക്കി. നീയോ വിശപ്പോട്ട് ഇവിടെ നശിച്ചു പോകുന്നു? ആവശ്യമുണ്ടോ? വേണ്ട. അപ്പന്റെ സ്വത്ത് വല്ലേ മേടിച്ചോണ്ട് പോകുന്നുള്ളൂ. നീ ചെന്ന് ഞാൻ ചെന്ന് വേലക്കാരനായിട്ട് ജീവിക്കേണ്ട കുഴപ്പമില്ലല്ലോ. അവിടെയാണ് ഇടയൻ ആരാണെന്നറിയുന്നത്. ഇടയൻ ആരാണെന്നറിയുന്നു. ഇല്ല എങ്കിൽ അതോടുകൂടി ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഇന്നലെ കണ്ടതുപോലെ അവസാനിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക് വരും. കർത്താവിന് ഓർമ്മ നമ്മൾ ഈ ഒരു ഇടയിൽ ഇല്ലായിരുന്നെങ്കിൽ, നമ്മുടെ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പറയാം. കാരണം അതങ്ങനെയാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ ഇടയിലില്ലായിരുന്നു. സകലത മുട്ടിയപ്പോഴും എല്ലാം ഏർപ്പെടും. ചിന്തയിൽ വരെ മുട്ട് വന്നപ്പോൾ അവിടെ ബുദ്ധി തുറന്നവൻ. അതാണ് നമ്മുടെ കർത്താവ്. അതാണ് നമ്മുടെ കർത്താവ്. ഏറ്റവും അവിടെ ബുദ്ധിയല്ല കാര്യം. ഏറ്റവും ബുദ്ധിയുള്ളവരായിരുന്നു അഹീത്തോഫേൽ. അഹീത്തോഫേൽ ഇനി മുമ്പോട്ട് എങ്ങനെ പോകും എന്നൊരൊറ്റ ചിന്ത അങ്ങ് വന്നു. ആ ചിന്ത അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും വഴിയില്ല. താൻ ഉപദ്രവിച്ച, ദ്രോഹിച്ച ദാവീദ് രാജാവാകാൻ പോവാ. തന്നെ സഹായിക്കാൻ ആരുമില്ല. അപകടത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു ബുദ്ധിയല്ല ഉദിച്ചത്. എന്ന് നേരെ കയറെടുത്തു ജീവിതം അവസാനിപ്പിച്ചു. കാരണം ബുദ്ധിയുണ്ട്, ഇടയൻ യഹോവയല്ല. ഇടയൻ കർത്താവായിരുന്നില്ല. കർത്താവാണ് ഇടയനായിരുന്നെങ്കിൽ എന്തും വരട്ടെ, അവിടെ ഒരു ബുദ്ധി ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തുമെന്ന. അവിടെയാണ് ഒരു ആടുകൾക്ക് പറയാനുള്ളതാണ്, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. എൻ്റെ പ്രവൃത്തിയിൽ മുട്ടിയപ്പോൾ, അനുഭവത്തിൽ മുട്ടിയപ്പോൾ, വാക്കിൽ മുട്ടിയപ്പോൾ ഞാൻ പേടിച്ചില്ല. പക്ഷേ ചിന്തയിലും കൂടി മുട്ടിയപ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കിയപ്പോൾ അവൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ നമ്മുടെ എല്ലാവരെയും ജീവിതമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇന്ന് വരെ കർത്താവ് നടത്തിയ കർത്താവിന്റെ മക്കൾ, യേശുവാണ് ഇടയനെങ്കിൽ ഇന്ന് വരെയും യേശു ഇടയനാണ് എന്ന് മനസ്സിലാക്കിയ ഒരു സന്ദർഭമുണ്ട്. സംശയം വേണ്ട. ഇന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് ചിന്തിച്ചാൽ മതി. അവന് ബുദ്ധി ഉപദേശം തന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറഞ്ഞല്ലോ, എല്ലാവരും കണ്ടു കാണും. ഹൃദയഭേദകമായിട്ടുള്ള, ഇന്നും അത് തീർന്നിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുക. ദൈവം ഇന്ന് നമ്മെ ഇവിടെ കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും നമ്മെ കർത്താവിനെ കീർത്തിക്കാനും നമ്മെ വെച്ചിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധി ഉപദേശിച്ചത് യഹോവയെ ഞാൻ വാഴ്ത്തുമെന്നാണ്. ദൈവത്തെ വാഴ്ത്താൻ എത്രമാത്രം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ലോകത്തേക്കൊന്ന് നോക്കിയിട്ട് നമ്മുടെ ജീവിതമായിട്ട് ഒത്തു നോക്കണം. എന്നേ ഇല്ലാതെ പോകാമായി. പക്ഷേ കർത്താവ് സമ്മതിച്ചില്ലല്ലോ. കർത്താവിന്റെ ദയ അത് ഏറ്റവും വലുതായി. ഇനിയും അവൻ നമ്മുടെ ഇടയൻ തന്നെയായിരിക്കട്ടെ. നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരുന്നവൻ തന്നെയായിരിക്കട്ടെ. എന്റെ ഇടയനല്ലോ, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. യഹോവ എന്റെ ഇടയനല്ലോ, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ തോറും പച്ചമായി പോറ്റുന്ന ഇടയൻ. പച്ചയായ പുൽപ്പുറങ്ങൾ തോറും
മെച്ചമായി പോറ്റുന്ന ഇടയൻ, 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 നല്ല ഇടയൻ, എനിക്കേറ്റമടുത്ത മുടയോൻ, എന്റെ യേശു നല്ല ഇടയൻ, എനിക്കേറ്റമടുത്ത മുടയോൻ, എന്റെ യേശു നല്ല ഇടയൻ. ശത്രുക്കൾ കാണുകെ അഭിഷേക തൈലം തലയിൽ, ശത്രുക്കൾ കാണുകെ വീരുന്നൊരുക്കി, അഭിഷേക തൈലം തലയിൽ, ആയുഷ്കാലം നന്മ കരുണ വസിക്കും തൻ ആലയത്തിൽ, ആയുഷ്കാലം നന്മ കരുണ വീണാൾ വസിക്കും തൻ ആലയത്തിൽ. ഇടയൻ, ഇടയൻ, നല്ല ഇടയൻ, എനിക്കേറ്റമടുത്ത ഉടയോൻ, എന്റെ യേശു നല്ല ഇടയൻ, എനിക്കേറ്റമടുത്ത ഉടയോൻ, എന്റെ യേശു നല്ല ഇടയൻ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ച തൊട്ട കാലം കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു. വിശേഷ ചില ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ ദിവസത്തിലേക്ക് മക്കളെ ഉറക്കുവാൻ വലിയവനായ ദൈവം നിങ്ങളെ സഹായിച്ചു. അതിനോടൊപ്പം എല്ലാവർക്കും സഹകരിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഇടയാക്കി തീർന്നു. ആ വിഷയത്തിന്മേൽ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അനവധി വിഷയങ്ങൾ കർത്താവ് സന്നിധിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നന്മ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ജീവിതത്തിലെ വിവിധമായിട്ടുള്ള അവസ്ഥകളിലും അനുഭവിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. നമ്മുടെ ബലം, ഒരു മനുഷ്യന്റെ ബലം, അവൻ ശക്തിയുള്ളവനാണെങ്കിൽ അവൻ ബലമുള്ളവനാണെങ്കിൽ അവന് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങളാണ്: ഒന്ന്, തീർച്ചയ്ക്ക് നിങ്ങൾ സന്തോഷിക്കുകയും ഒരിക്കലും അവനിൽ നിന്ന് അറ്റുപോകാത്തൊരു കാര്യമാണ് സന്തോഷം. കരയുന്ന സന്ദർഭങ്ങൾ അവനുണ്ട്, കരയുന്ന സന്ദർഭങ്ങളുണ്ട്, ക്ഷീണിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അപമാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും ഒരിക്കലും അവന്റെ രക്ഷയുടെ സന്തോഷം അത് നഷ്ടപ്പെട്ടു പോവില്ല. അത് നഷ്ടപ്പെട്ടാൽ തീരുമാനിച്ചാൽ മതി ഈ ആൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും ശക്തിയിലൊന്ന്. നമുക്ക് സങ്കടമുണ്ട്, കരച്ചിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ സങ്കടത്തിനേക്കാളെല്ലാം ഉപരിയായിട്ട് എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ഇതല്ലോ ക്രിസ്തുവേശു നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം. എപ്പോഴും സന്തോഷിച്ചേ മതിയാവൂ. അപ്പോൾ തന്നെ കണ്ണുനീരും പ്രയാസങ്ങളും ഉണ്ട്. താൻ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് പ്രശ്നം. അത് നഷ്ടപ്പെട്ടു പോകാനുള്ള വഴി എന്ന് പറയുന്നത് എന്താ? നഷ്ടപ്പെട്ടു പോകാനുള്ള വഴി പ്രധാന സ്വപ്നം. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദാവീദ് പറയുന്നത്, കർത്താവേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരാം. അപ്പൊ അത് എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? മോഹിച്ച്, ഈ ലോകത്തെ കണ്ട് മോഹിച്ച് അത് എന്ന് പറഞ്ഞ് കൈവശമാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവന്റെ ബലം പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എല്ലാവരെയും കാണുമ്പോഴും ചിരിക്കും, മുഖം പ്രസന്നമാക്കാൻ ശ്രമിക്കും, ഞാൻ വിശ്വാസിയാണെന്ന് ധരിപ്പിക്കാൻ നോക്കും. ഇതെല്ലാം കാര്യം ശരിയാണ്. പക്ഷെ ബലമില്ല. കാരണം രക്ഷയുടെ സന്തോഷം നഷ്ടം.
രാജസ്ഥാനത്തിരിക്കുന്നവന് എന്നാ വല്ല നഷ്ടപ്പെടാൻ? ഇന്നും രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് രാജാവ് പറഞ്ഞാൽ മഹായുദ്ധങ്ങൾ നടക്കും, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നടക്കും. പക്ഷെ ഈ കാര്യം മാത്രം ഇല്ല, രക്ഷയുടെ സന്തോഷമില്ല. രക്ഷയുടെ സന്തോഷം കൊടുത്ത് മേടിച്ചതാണ് ഒരാൾ വീട്ടിലുണ്ട്. ഒരു ബത്ശേബ എന്ന് പറയുന്ന ഒരു സ്ത്രീ വീട്ടിലുണ്ട്. അതിനെ മേടിച്ചത് രക്ഷയുടെ സന്തോഷം കൊടുത്ത് മേടിച്ചതാണ്. ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന അനവധി പേരുടെ ജീവിതത്തിൽ അവരുടെ കയ്യിൽ ചില സാധനങ്ങൾ ഇരിപ്പുണ്ട്. മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടെന്ന്. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മതി, അവരുടെ കയ്യിൽ എന്തെങ്കിലും കാണുന്നുണ്ടാവും. അത് കൊടുത്ത് മേടിച്ചത്, അത് മേടിച്ചിട്ടുണ്ടാവും. അത് അവരൊന്നുമില്ല, അവരുടെ കുഞ്ഞുങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം അവർക്ക് അതിൽ ഈ രക്ഷയുടെ സന്തോഷം കൊടുത്ത് മേടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പോലെ ദാവീദ് ഇത് മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുക. കർത്താവിനോട് പറയുക, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരാൻ. എല്ലാം ഉണ്ടല്ലോ കർത്താവ്, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. ഇതാണ് വചനം പറയുന്നത്. ലോകത്തെ മോഹിക്കരുത്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ ചത്തവളാണ്. ഈ ലോകത്തിൽ ഏതെങ്കിലും കാര്യം മോഹിച്ച് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും. അത് തിരിച്ചു കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല. രണ്ടാമത്തെ കാര്യം വചനം പറഞ്ഞിരിക്കുന്നത്, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. നിനക്ക് ബലമുണ്ടോ എന്ന് അറിയണം എപ്പോഴാണെന്നറിയാം? കഷ്ടകാലം തന്നെ. കഷ്ടകാലം വരാത്തവരാണ്. കഷ്ടകാലം വരാത്തവരാണ്. യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊല്ലട്ടെ, ഞാൻ അവനായിട്ട് കാത്തിരിക്കും. അതാണ് അവന്റെ ബലം. അവൻ ബലമുള്ളവനാ. കഷ്ടകാലം ഒന്നുണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. ഭാര്യയും കൂടി നോക്കി, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തെറ്റിച്ച് പറഞ്ഞ് നീ മരിച്ചുകളാ, ഇതിനെ നീ ജീവിക്കണം. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ. അപ്പൊ ഇത്രയും കാലം അവൻ നന്മ തന്നപ്പോ ആ നന്മ അനുഭവിച്ചത് ആരാ? നമ്മളല്ലേ. അപ്പൊ അവന്റെ അല്പം തിന്മയോടെ അനുഭവിച്ചത് ചെയ്യണ്ടേ? ഈ കാര്യത്തിലൊന്നും യോബ് തന്റെ അർത്ഥങ്ങളാൽ അവിവേകം വിചാരിച്ചില്ല. അപ്പോ അധരത്തിൽ ഏത് കഷ്ടത്തിലും തന്നെത്താൻ നിയന്ത്രിച്ച് തന്റെ വാക്കുകളെ അടക്കാൻ കഴിവുള്ള ബലം അവനുണ്ട്. അടുത്തത്, വിശ്രമിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും നിങ്ങളുടെ ബലം. ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് അടുത്ത ബലം. ദൈവത്തിൽ ആശ്രയിക്കും. ഞാൻ എൻ്റെ ഒരു സാക്ഷാൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു, ക്രിസ്തുയേശുവിൽ മാത്രം പ്രശംസിക്കുന്നു, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നു. ഈ 3 അടയാളങ്ങളാണ് ഒരു സാക്ഷാൽ ആത്മീയ ഇസ്രായേലിനുള്ളത്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജഡത്തിൽ ആശ്രയമില്ല. എന്തെല്ലാം വന്നാലും ഇനി എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു വന്നാലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. അതൊരു ബലമാണ്. ആ ബലമാണ് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, അപ്പോൾ നമ്മൾ മറന്നുപോകും. ഒരു മനുഷ്യൻ ബലവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ സന്തോഷം വിട്ടുമാറാതെയുള്ളവൻ, കഷ്ടകാലത്ത് കുഴഞ്ഞു പോകാത്തവൻ, വിശ്രമിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. ഇവൻ ബലവാനാണ്. അവനാണ് ബലവാൻ. അവൻ ദൈവത്തിൽ ബലമുള്ളവനാണ്. അവന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ദൈവമാണ്. അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് അനവധി പേർ, അനേകർ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചിട്ടുള്ളത്. ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ ജീവിതം ധന്യമാക്കി തീർത്തിട്ടുള്ളത് അതാണ്. അതുകൊണ്ടാണ് പല ജീവിതങ്ങളിൽ നിന്നും ഈ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു.
കാരണം അവർക്ക് ആശ്രയിച്ചുറച്ചിരിക്കാൻ കഴിയുന്നില്ല. കഷ്ടകാലം ഒരു അല്പം ഒരു ഇല്ലായ്മയോ പ്രശ്നമോ വന്നാൽ മതി, അവർ തള്ളിപ്പറയും. അപ്പോൾ തന്നെ തള്ളിപ്പറയും. രക്ഷയുടെ സന്തോഷം അവർ അത് നഷ്ടപ്പെടുത്തിയതിനു ശേഷം അവര് ലോകത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ജനമായിട്ട് നമ്മളിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഈ ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം കൂടിയിരിക്കുകയാണല്ലോ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കണ്ണുനീരിന്റെ അനുഭവവും വേദനയുടെ അനുഭവവും നെടുവീർപ്പിന്റെ അനുഭവവും വിട്ടുമാറാതെ നമുക്കുണ്ട്. പക്ഷേ രക്ഷയുടെ സന്തോഷം നമുക്കുണ്ടോ? സന്തോഷമുണ്ടോ? ഒരു കഷ്ടകാലം വരുമ്പോഴേക്കും നമ്മൾ താളടിയായി പോകുന്ന അനുഭവമാണോ? ഇന്നും ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ബലമുള്ളവരാണ്. കർത്താവിന്റെ സ്തോത്രം. ആ ബലത്തെ ചെറുക്കാൻ ആർക്കും കഴിയില്ല. ആ ബലം കൊണ്ടാണ് ഈ ലോകത്തെ നാം ജയിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. ആ ദൈവത്തെ ഘോഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ധർമ്മം. യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. വേറൊന്നും ചെയ്യണ്ട. യഹോശാഫാത്ത് യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോ തനിക്കെതിരെ വരുന്ന ഒരു മഹാസൈന്യമാണ്. എന്നാൽ താൻ യുദ്ധത്തിന് പോയപ്പോ തന്നോട് കൂടെ ഉള്ളവരെ എല്ലാവരെയും വരിവരിയായി നിർത്തി, ലേവ്യരെയും പുരോഹിതന്മാരെയും ചിട്ടപ്രകാരം നിർത്തിയതിനു ശേഷം വാളും കുന്തവും ഒന്നും എടുക്കണ്ട, നിങ്ങൾ ആർപ്പിട്ടോളാൻ പറഞ്ഞു. എങ്ങനെ? നല്ലവനുണ്ടോ അവന്റെ ദൈവത്തിലേക്കുമുള്ളൂ. ആർപ്പിട്ടാൽ മാത്രം മതി. കാരണം ബലം നഷ്ടപ്പെടാത്തവൻ, ബലം ഉള്ളവൻ, കഷ്ടകാലത്ത് ഒഴിഞ്ഞു പോകാത്തവനും രക്ഷയുടെ സന്തോഷമുള്ളവനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ആർപ്പിട്ടാൽ മതി. ജയമാണെന്നുള്ളതാണ്. ജയമാണെന്നുള്ളതാണ്. ഇന്നും നമുക്ക് അതിന് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ശത്രുവും നമ്മെ ജയിക്കില്ല. ഒരു ശത്രുവും. ദൈവത്തിന്റെ ജനത്തെ തകർത്ത് കളയാൻ പല തരത്തിലും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കടന്നു പോകുന്ന വഴികൾ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ശത്രു ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിലുള്ള ആശ്രയം വിട്ടുകളയാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്. കഷ്ടകാലത്ത് കുഴച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബലമുള്ള ജനം നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൽ നിർത്താൻ വാരത്തുള്ളതുപോലെ അവർ ആർപ്പോടുകൂടി പ്രതിസന്ധികളെ തന്നെ ചെയ്ത് മുമ്പോട്ട് പോകും. നമുക്ക് ആർപ്പിടാം. ആ ആർപ്പിന്റെ മുമ്പിൽ, ആ ബലത്തിന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം അവനോടുകൂടെ സൈന്യങ്ങളുടെ ദൈവമുണ്ട്. അവനാണ് സർവശക്തൻ. ലോകത്തിലുള്ളവൻ സർവശക്തനാണെങ്കിലും സർവശക്തനല്ല. ദൈവത്തിൽ ആശ്രയിക്കുക. തളർന്നു പോകല്ലേ, പിന്മാറിപ്പോകല്ലേ, ദുഃഖിച്ചു പോകല്ലേ, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയല്ലേ. എന്തെല്ലാം വന്നാലും ബാലിന് മടങ്ങാത്ത മുഴങ്കാലുകളും ബാലിന് ചുമം ചെയ്യാത്ത അധരങ്ങളും നമ്മുടെ സ്വത്തായിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ജയം, അന്തിമ ജയം നമുക്കുള്ളതാണ്. ദൈവത്തിന്റെ സഭയ്ക്കുള്ളതാണ്. കർത്താവ് സ്വന്തം ബലം നിന്നിലുള്ള ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും കാഴ്ച ഭാവിക്കുകയില്ലെന്നും. ബലം നിന്നിലുള്ള ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും കാഴ്ച ഭാവിക്കുകയില്ല.